നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിറങ്ങിയതാണ്. സത്യത്തില് പർച്ചേസ് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിനാണ്. കുറച്ച് കൈത്തറി മുണ്ടുകളും ഷർട്ടും ഒക്കെ വേണം എന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ മാരേജ് നെക്സ്റ്റ് മന്ത് ആണ്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ട്രിവാൻഡ്രത്തുള്ള ബാലരാമപുരം കൈത്തറീസ് വളരെ ഫേമസ് ആണല്ലോ. നമ്മൾ അങ്ങനെ ഇതാ ഈ ഒറ്റത്തെരുവെന്ന് പറയുന്ന ഈ ഒരു സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലും നിറയെ കൈത്തറി ഷോപ്പുകളാണ്. ഇവിടുത്തെ ആൾക്കാർ അവരുടെ തന്നെ നെയ്ത്തുശാലകളിൽ നെയ്തെടുക്കുന്ന തുണികളാണ് ഇവിടെ ഷോപ്പിലൊക്കെ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഉണ്ട്. പിന്നെ നല്ല തനതായ പാരമ്പര്യ രീതിയിൽ നെയ്തെടുക്കുന്ന തുണികളായതുകൊണ്ട് തന്നെയാണ് ഈ ബാലരാമപുരം കൈത്തറീസ് ഇത്ര ഫേമസ് ആയിട്ടുള്ളത്. അതിന് പിന്നെന്താ പറയാ, ഇവിടെ 200 വർഷത്തിലേറെ പാരമ്പര്യം ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു വ്യവസായത്തിന്. പണ്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുണി നെയ്യുന്നതിന് ഇവരെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചാലിയാർ ഗോത്രക്കാരാണ് ഇവര്. അവരങ്ങനെ ഇവിടെ സെറ്റിലായിട്ട് അവരുടെ വ്യവസായം അന്നത്തെ ആ ഒരു തനതായ പാരമ്പര്യ രീതിയിലാണ് ഇപ്പോഴും അവര് തുണി നെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ ബാലരാമപുരം കൈത്തറീസ് എന്ന് പറയുന്ന ആ പഴയ ഒരു ഷോപ്പുണ്ട്, അതിലാണ് പർച്ചേസിന് വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത്. ഇഷ്ടം പോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു മടിയും കൂടാതെ അവിടുത്തെ ആൾക്കാർ നമ്മളെ ഇത് എടുത്ത് കാണിക്കാനും സെയില്, അതായത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നമുക്ക് തരാനായിട്ട് അവർക്കൊരു മടിയില്ല കേട്ടോ. എത്രമാത്രം സമയം വേണമെങ്കിലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴാണെങ്കിൽ സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ടാണ് ഷോപ്പൊക്കെ ഉള്ളത്. ഓണക്കാലം അതുപോലെ ആറ്റുകാൽ പൊങ്കാല ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അടുക്കാനേ പറ്റത്തില്ല. പിന്നെ ഒരു 10ൽ കൂടുതൽ നമ്മൾ ബൾക്കായിട്ടൊക്കെ എടുക്കാമെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് ആണ്. നമ്മളൊരു 10-20 ജോഡി ഡ്രസ്സാണ് എടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അതുപോലെ തന്നെ സാരികളുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ നമുക്ക് നല്ലൊരു ശതമാനം ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ എനിക്കായിട്ടൊരു സാരിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ല കേട്ടോ, ഇത് വേറൊരെണ്ണാണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കയറിയിട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും സമയം രാത്രിയായിട്ടുണ്ട്. ഇത് വേളിപ്പള്ളിയാണ് കേട്ടോ, അവിടുത്തെ പെരുന്നാളാണ്. വെട്ടുകാട് പള്ളി പോലെ തന്നെ ഈ വേളിപ്പള്ളി വളരെ ഫേമസ് ആണ്. അപ്പോൾ അവിടുത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ബൈ.